അപ്പോൾ അല്ല ഗൈസ്, ലാസ്റ്റത്തെ 2 വീഡിയോൻ്റെ പാർട്ട് 3 ആണ് കേട്ടത്. അപ്പോൾ ഇതാണ് ഫാമിലി ട്രിപ്പിൻ്റെ ലാസ്റ്റത്തെ ദിവസം. അങ്ങനെ നമ്മൾ കോട്ടയത്ത് നേരെ വാഗമൺ കയറി. പിന്നെ നമ്മൊന്നും നോക്കിയിട്ടില്ല, 2-3 വീഡിയോ കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നേരെ കുളിക്കാൻ പോയി. അപ്പോഴത്തേക്ക് ഫുഡ് വന്ന് അങ്ങനെ ആവും കഴിച്ചിട്ട് നേരെ കിടന്നു തുടങ്ങി. പിന്നെ സൂര്യൻ്റെ മാസം എൻട്രി കാണാൻ നിന്ന്. പക്ഷേ അന്ന് സൂര്യേട്ടൻ വന്നിട്ടില്ല കേട്ടോ, എന്തിട്ടാന്ന് അറിയില്ല. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, ഒരു ജീപ്പിനെയും വിളിച്ച് നേരെ ട്രക്കിങ്ങിന് പോയി. അങ്ങനെ നമ്മൾ ബാക്കി കറക്കം ഫുള്ള് ജീപ്പിൽ തന്നെ കേട്ടോ. ആദ്യം നമ്മൾ പൈൻ ഫോറസ്റ്റ് പോയി. പൈൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പൈൻ വരെയുള്ള ആ സംഭവം അതിന്. അങ്ങനെ ആവും കഴിഞ്ഞ് നമ്മൾ നേരെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോയി. ശരിക്കും പറഞ്ഞത് കുറച്ച് നഷ്ടേനു. 250 റുപ്യക്ക് വെറും 5 മിനിറ്റ് മാത്രമേ സമയം ഉണ്ടായിട്ടുള്ളൂ. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. പിന്നെ നമ്മളിപ്പോൾ എല്ലാത്തൊരു ബെല്ലൂനാലും കയറിയേനു. ഭയങ്കര മഞ്ഞിലും ഊനാലാടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത് തന്നെയാണല്ല സംഭവം. നൈസാന്ന്, ബെല്ല പേടിയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എത്താത്ത കുറേ ഒച്ചപ്പാടെല്ലാം ആക്കിനേനു പേടിച്ചിട്ടാ. പിന്നെ നമ്മൾ അടുത്ത സ്പോട്ട് തങ്ങളുപാറ. ഈ ഒരു പാറനെ കുറിച്ചിട്ട് ഈ അടുത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ടാറ്റൻ്റെ EV പരസ്യം ചെയ്തത് ഇവിടെയാണ് കേട്ടോ. പിന്നെ തങ്ങളുപാറനെ കുറിച്ചിട്ട് ബെല്ലിങ്ങനൊന്നും നമുക്കറിയില്ല കേട്ടോ. ഏതോ ഒരു തങ്ങളെ കബറ് ടോപ്പിലുണ്ടെന്നാണ് പറയുന്നത് നിൽക്കുന്നത്. സംഭവം ഞാൻ ടോപ്പിലൊന്നും പോയിട്ടില്ല, പകുതി വരെ കയറി പിന്നെ തിരിച്ചു വന്നു. കയറാൻ കഴിയായിട്ടൊന്നല്ല കേട്ടോ. പിന്നെ അതിൻ്റെ പകുതിക്ക് എത്തിയപ്പോൾ നല്ലൊരു മഴൻ്റെ ആലുണ്ടായിനു. പിന്നെ കയറിയിട്ട് അതിൻ്റെ മുകളിലെത്തിയിട്ട് മഴേൻ്റെ പെയ്തിനെങ്കിൽ നമ്മൾ വെള്ളത്തിലിട്ട കോയിനെ പോലെ ഉണ്ടാവല്ലോ, അവിടെ തിരിച്ചു വന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് സമയം ഓഫ് റോഡ് മസാജിങ്ങിന് പോയി. ഇപ്പോൾ നല്ല സുഖം ഇങ്ങനെ കുലുങ്ങി പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ഒരു ഓഫ് റോഡ് കയറിപ്പോയതിന് ശേഷം നമ്മൾ നല്ലൊരു വെള്ളച്ചാട്ടം കാണാൻ പോയി. അപ്പോഴത്തേക്ക് അവിടെ നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ടായിട്ടില്ല, മഴ ആയതുകൊണ്ട് തന്നെ ചളി വെള്ളമെന്ന് വന്നത്. ലാസ്റ്റ് നമ്മളൊരു ചായം കുടിച്ച് നേരെ റൂമിലെത്തി. പിന്നെ റിസോർട്ടിൻ്റെ ജീപ്പിൻ്റെ പാക്കേജിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ആണെങ്കിൽ എൻ്റെ DM മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെ ട്രിപ്പെല്ലാം ഇങ്ങനെ എല്ലാം പെട്ടിയിലാക്കി നമ്മൾ നേരെ കണ്ണൂരേക്ക് ഇട്ടോ. അപ്പോൾ ഇതിൽ തന്നെ ഓക്കെ ബൈ.